നമസ്കാരം. ഹമാസിന്റെ താണ്ഡവം അവസാനിപ്പിക്കുവാൻ നെതന്യാഹു. ഗാസയിലെ കോടികൾ ഹമാസിന്റെ പോക്കറ്റിൽ. ഗാസയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാട്ട് പിരിച്ച കോടികൾ എവിടെ പോയി? ആ കോടികൾ പോയത് ഹമാസിന്റെ പോക്കറ്റിലേക്കാണ്. ചാരിറ്റിയുടെ മറവിലെ തട്ടിപ്പുകൾ. പ്രശസ്ത ഇസ്ലാമിക് ചാരിറ്റി പെനി ആപ്പീൽ ബ്രിട്ടീഷ് കമ്മീഷന്റെ കടുത്ത അന്വേഷണം നേരിടുകയാണ്. അപ്പോൾ അന്ന് ഗാസയിൽ പിരിച്ചെടുത്ത ആ കോടികൾ അത് മുങ്ങിയത് റഫ അതിർത്തിയിൽ വെച്ചാണോ എന്നുള്ള സംശയം വ്യാപകമാകുന്നു. ഇസ്രായേൽ പറഞ്ഞത് സത്യമെന്ന് തിരിച്ചറിയുന്ന ലോകത്തിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഗാസയിലെ ദുരിതബാധിതർക്കാട്ട് ലോകമെമ്പാട് നിന്നും അയക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ദുരിതാശ്വാസ നിധിയും മറ്റവശ്യ സാധനങ്ങളും പലപ്പോഴായി ഹമാസിന്റെ കൈകളിലാണ് എത്തിച്ചേരുന്നത് എന്ന ഇസ്രായേലിന്റെ വാദങ്ങളെ ശരിവെക്കുന്ന നിർണായകമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഗാസയിലേക്ക് വലിയ തോതിൽ സഹായം എത്തിക്കുന്ന ബ്രിട്ടനിലെ പ്രമുഖ ഇസ്ലാമിക് ചാരിറ്റി സംഘടനകളുമായിട്ടുള്ള പെനി അപ്പീലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ തങ്ങൾ അയക്കുന്ന പണം ഹമാസിന്റെ കൈകളിലേക്ക് എത്തിയേക്കാമെന്ന് രഹസ്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ട് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായിട്ടുള്ള ദ മെയിൽ ഓൺ സൺഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രതിവർഷം ഏകദേശം 25 മില്യൺ പൗണ്ടിലധികം, അതായത് ഏകദേശം 2.5 കോടി പൗണ്ട് വാർഷിക വരുമാനമുള്ളതും ലോകമെമ്പാടുമുള്ള 40-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഈ വൻകിട ചാരിറ്റി പ്രസ്ഥാനം ഇപ്പോൾ ബ്രിട്ടനിലെ ചാരിറ്റി കമ്മീഷന്റെ കടുത്ത അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ്. ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഈ വർഷം ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ പെനി അപ്പീലിന്റെ വേക്ക്ഫീൽഡിലുള്ള ആസ്ഥാന ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തുകയും സുപ്രധാനമായ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് പ്രോഗ്രാം ഫോർ NGOs എന്ന ബ്രിട്ടീഷ് ഏജൻസിക്ക് പെനി അപ്പീൽ ഏകദേശം 3,50,000 പൗണ്ടിലധികം കൈമാറിയിരുന്നു. ഈ തുക ഉപയോഗിച്ച് ഈജിപ്ത് അതിർത്തിയിലെ റഫ വഴി ഭക്ഷണവും മറ്റവശ്യ സാധനങ്ങളും തുടങ്ങിയ 25 ട്രക്കുകൾ ഗാസയിലേക്ക് അയച്ചുവെന്നുള്ള ഔദ്യോഗിക വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഗാസയിലേക്ക് അയച്ച പണവും സാമഗ്രികളും അവിടെ എങ്ങനെയാണ് വിതരണം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളോ ഗുണഭോക്താക്കളുടെ കൃത്യമായിട്ടുള്ള പട്ടികയോ സമർപ്പിക്കുവാൻ വിവിധ വിതരണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. വിവരങ്ങൾക്കായിട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വിതരണ ഏജൻസി ഇത് പൂർണ്ണമായിട്ടും അവഗണിച്ചതോടെയാണ് ചാരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി തുടങ്ങിയത്. തുടർന്ന് 2024 ഏപ്രിൽ 4 നടന്ന സംഘടനയുടെ അടിയന്തര യോഗത്തിന്റെ ചോർന്നു കിട്ടിയ മിനിറ്റ്സിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. സഹായ വിതരണത്തിൽ പങ്കാളികളായിട്ടുള്ള ഗാസയിലെ പ്രാദേശിക ഗ്രൂപ്പുകൾ അവിടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മറയാകാൻ വലിയ സാധ്യതയുണ്ട് എന്നും ബ്രിട്ടനിലെ ജനങ്ങൾ നൽകിയ സഹായം നേരിട്ട് ഹമാസിന്റെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ കടുത്ത ആശങ്ക പങ്കുവച്ചു. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ പരിശോധനകൾ ഇവയൊക്കെ നടത്താതെയാണ് ഈ ഫണ്ട് കൈമാറിയതെന്ന് ചൂണ്ടിക്കാട്ടി സംഘടനയിലെ ചില ജീവനക്കാർ തന്നെ പിന്നീട് ഈ ചാരിറ്റി കമ്മീഷനെ നേരിട്ട് വിവരമറിയിക്കുകയായിരുന്നു. പണവും സാധനങ്ങളും ഗാസ അതിർത്തി കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് സംഭവിക്കുന്നു എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് ഈ പ്രോഗ്രാം ഫോർ NGOs അധികൃതർ വ്യക്തമാക്കിയത്. ദ മെയിൽ ഓൺ സൺഡേ പരിശോധിച്ച സുപ്രധാന രേഖകളിൽ ബ്രിട്ടനിലെ ജനങ്ങളിൽ നിന്നും സംഭാവനയായി ലഭിച്ച തുകയിൽ വലിയൊരു പങ്ക് വടക്കൻ ഗാസയ്ക്കുള്ളിൽ തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ചിലവഴിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ മീഡിയ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ആയിരക്കണക്കിന് പൗണ്ട് ചെലവിട്ടതായിട്ടാണ് ഈ രസീതുകൾ വ്യക്തമാക്കുന്നത് എന്നതാണ്. ഗാസയിലുടനീളം ഹമാസ് ഭരണ സംവിധാനം അതിലെ അംഗങ്ങളും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഈ മീഡിയ സേവനങ്ങളുടെ മറവിൽ ബ്രിട്ടനിൽ നിന്നുള്ള സംഭാവനകൾ നേരിട്ട് ഹമാസുമായിട്ട് ബന്ധമുള്ള സംഘടനകളുടെ കൈകളിലേക്ക് തന്നെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന ആശങ്ക ഇതിന് അടിവരയിടുന്നു. സംഘടനയുടെ സ്ഥാപകനും ബ്രിട്ടീഷ് ഏഷ്യൻ കോടീശ്വരനുമായിട്ടുള്ള അദീം യൂനുസ് 2019 തന്നെ ട്രസ്റ്റിമാരുടെ തലപ്പത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിരുന്നു. ഒരു ഇസ്ലാമിക് ബ്രോഡ്കാസ്റ്ററുമായിട്ട് ഈ ചാരിറ്റി ഒപ്പിട്ട കരാർ വഴി അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ചാരിറ്റി കമ്മീഷൻ മുൻപ് കണ്ടെത്തുകയുണ്ടായി. അതേസമയം പെനി അപ്പീലിന്റെ പണം ഗാസയ്ക്കുള്ളിലെ ഭീകര സംഘടനകളുടെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കാമെന്ന ആരോപണങ്ങൾ പ്രോഗ്രാം ഫോർ NGOs ഡയറക്ടറായിട്ടുള്ള അഹമ്മദ് ഇബ്രാഹിം പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. താൻ പെനി അപ്പീലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്നും സംഘടനയുടെ മേധാവികൾ ഈജിപ്തിലെ കൊയ്റോയിലുള്ള തങ്ങളുടെ കമ്പനിയുടെ വെയർഹൌസുകൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഫണ്ട് നൽകിയതെന്നും 2024 ജൂണിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളും രസീതുകളും ലഭിച്ചിട്ടുണ്ട് എന്നും പെനി അപ്പീൽ ഔദ്യോഗിക പ്രസ്താവനയോടെ അറിയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പണം കൃത്യമായ മാനുഷിക കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത് എന്ന് ഉറപ്പുണ്ട് എന്നും മാത്രമല്ല പെനി അപ്പീലിനെതിരെയുള്ള തങ്ങളുടെ റെഗുലേറ്ററി കംപ്ലയിൻസ് അന്വേഷണം ശക്തമായിട്ട് തുടരുകയാണ് എന്ന് ചാരിറ്റി കമ്മീഷൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇപ്പോൾ ഭീകരവാദ ഫണ്ടിംഗ് ആരോപണത്തിൽ അന്വേഷണം നേരിടുന്നത്
അന്താരാഷ്ട്ര ചാരിറ്റി മേഖലയിൽ വലിയ ചർച്ചകൾക്കും ഒപ്പം തന്നെ ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹമാസ് പോലൊരു തീവ്രവാദ സംഘടനയ്ക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹമാസിന്റെ താണ്ഡവം അവസാനിപ്പിക്കുവാൻ നെതന്യാഹു മുന്നിട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ മുന്നിട്ടിറങ്ങുന്നു. ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ലോകം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗാസയിലെ കോടികൾ ഹമാസിന്റെ പോക്കറ്റിലേക്ക് എത്തിയതിന് പിന്നിൽ അതിനകത്ത് വലിയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെയും നെതന്യാഹു പറയുന്നത് ഹമാസിനെ പോലുള്ള സംഘടനകളെ, തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്തുക, ചുട്ടരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ താണ്ഡവം അവസാനിപ്പിക്കുവാൻ ഇസ്രായേലികൾ വീണ്ടും ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നെതന്യാഹുവിന്റെ അതിബുദ്ധി ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് ഹമാസിന്റെ തല വെട്ടിക്കൊണ്ടായിരിക്കും.